എക്സാമിനേഷൻ റിസൾട്ട് ഇന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ വിദ്യാർത്ഥികൾ ഓൾറെഡി ഈ ഒരു റിസൾട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു പരീക്ഷയിൽ ജയിക്കാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്കുള്ള സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മെയ് 15-ാം തീയതി വരെ നിങ്ങൾ ഏത് സ്കൂളിലാണോ +2 പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിന് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ നൽകുന്നതിനായിട്ട് പ്രധാനമായിട്ടും വേണ്ട ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് അപേക്ഷാ ഫോമാണ്. അത് സ്കൂളിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അതുപോലെ നിങ്ങളുടെ ഒരു ഫോട്ടോ, അതായത് പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ്. അതുപോലെ തന്നെ അപേക്ഷാ ഫീസ്, അതുപോലെ തന്നെ ഈ ഒരു നിങ്ങളുടെ +2-ൻ്റെ റിസൾട്ട് നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ്, അതായത് കേരള results.nic.in എന്ന വെബ്സൈറ്റിൽ നിങ്ങൾ റിസൾട്ട് ചെക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച ഒരു പ്രിൻ്റ് ഔട്ട് ഉണ്ടാകും. അപ്പോൾ ആ ഒരു പ്രിൻ്റ് ഔട്ടിൻ്റെ അതായത് ജസ്റ്റ് നിങ്ങളത് PDF ആയിട്ട് സൂക്ഷിച്ചതെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രിൻ്റ് ഔട്ട് ജസ്റ്റ് ഒന്ന് എടുത്ത് വെക്കുക. അപ്പോൾ ആ ഒരു പ്രിൻ്റ് ഔട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് വേണ്ടത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാനുള്ള യോഗ്യത എന്ന് പറയുന്നത് 2024 മാർച്ചിലെ 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ട് ഉന്നത പഠനത്തിന് യോഗ്യത നേടാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിനായിട്ട് 2024 മാർച്ച് പരീക്ഷയിൽ D+ ഗ്രേഡോ അതിന് മുകളിലോ നേടാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾ യോഗ്യത നേടാതെ എല്ലാ വിഷയങ്ങൾക്കും രജിസ്ട്രേഷൻ ചെയ്യണം. അതായത് നിങ്ങൾ ജയിക്കാതെ ഏതൊരു വിഷയവും വിദ്യാർത്ഥികൾ ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. അതുപോലെ 2024 മാർച്ചിൽ ആദ്യമായിട്ട് 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതി എല്ലാ വിഷയങ്ങൾക്കും D+ ഗ്രേഡോ അതിന് മുകളിലോ നേടിയിട്ടുള്ളവർക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിന് മാത്രം തങ്ങളുടെ ഗ്രേഡ് മെച്ചപ്പെടുത്തുന്നതിനായിട്ട് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. പ്രൈവറ്റ് കമ്പാർട്ട്മെൻ്റൽ വിദ്യാർത്ഥികൾക്ക് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് പങ്കെടുക്കാൻ യോഗ്യരായിരിക്കുന്നതല്ല. അതുപോലെ ബയോളജി പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾ സുവോളജിയും ബോട്ടണി പരീക്ഷയും എഴുതേണ്ടതാണ്. അതുപോലെ 2024 മാർച്ചിലെ 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാത്തവർക്ക് ഈ ഒരു 2024 ജൂണിൽ നടക്കുന്ന സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ യോഗ്യത ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ പരീക്ഷാർത്ഥി അതത് വിഷയങ്ങളിലെ ആത്യന്തിക മൂല്യനിർണ്ണയം, അതായത് TE ഹാജരായാൽ മതിയാകുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു മാർച്ച് പരീക്ഷയ്ക്ക് ലഭിച്ച നിരന്തര മൂല്യനിർണ്ണയ സ്കോറും അതുപോലെ പ്രായോഗിക പരീക്ഷയ്ക്ക് ലഭിച്ച, അതായത് പ്രാക്ടിക്കൽ എക്സാമിന് ലഭിച്ച ആ ഒരു സ്കോറും നിലനിൽക്കുന്നതായിരിക്കും. അതുപോലെ എന്നാൽ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഹാജരാവാത്തവർക്ക് ഈ ഒരു പരീക്ഷയ്ക്കൊപ്പം പ്രാക്ടിക്കൽ പരീക്ഷ നടക്കുന്നതാണ്. അപ്പോൾ ആ ഒരു പരീക്ഷയ്ക്ക് ഹാജരാവേണ്ടതാണ്. ഇത്തരം വിദ്യാർത്ഥികൾ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഹാജരാവാതിരുന്നാൽ അവർ ആ വിഷയത്തിന് ആബ്സെൻ്റായിട്ട് കണക്കാക്കപ്പെടുന്നതായിരിക്കും. സേ പരീക്ഷയിൽ പരീക്ഷാർത്ഥിക്ക് ഇതുവരെ ലഭിച്ച സ്കോറുകളുടെ അടിസ്ഥാനത്തിൽ യോഗ്യത രേഖപ്പെടുത്തിയ ക്രോഡീകരിച്ച സർട്ടിഫിക്കറ്റ് ആയിരിക്കും നൽകുക. അതുപോലെ തന്നെ പരീക്ഷാ കേന്ദ്രങ്ങളുടെ ലിസ്റ്റും ക്ലബ്ബ് ചെയ്യപ്പെട്ട സ്കൂളുകളുടെ ലിസ്റ്റും dhsc.kerala.gov.in എന്ന വകുപ്പ് തല വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപേക്ഷ നൽകുന്നതിനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് 2024 മാർച്ച് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത സ്കൂളിൽ നിന്നും അപേക്ഷാ ഫോറം വാങ്ങാവുന്നതാണ്. പൂരിപ്പിച്ച അപേക്ഷകൾ നിശ്ചിത ഫീസ് സഹിതം നിശ്ചിത പരിധിക്കുള്ളിൽ, അതായത് നിശ്ചിത സമയപരിധിക്കുള്ളിൽ പ്രസ്തുത സ്കൂൾ പ്രിൻസിപ്പാളിന് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷയിൽ വിദ്യാർത്ഥികൾ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടുകയും അതുപോലെ പ്രിൻസിപ്പാൾ അത് അറ്റസ്റ്റ് ചെയ്തിരിക്കുകയും ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് 3 ദിവസത്തിനുള്ളിൽ, അതായത് ഏകദേശം ഒരു 5 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് സ്കൂളിൽ നിന്നും പ്രിൻസിപ്പാൾമാർ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു പരീക്ഷയ്ക്ക് ഏകദേശം 3 അല്ലെങ്കിൽ 5 ദിവസത്തിനുള്ളിൽ തന്നെ സ്കൂളിൽ നിന്നും നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് കൈപ്പറ്റേണ്ടതാണ്. അതുപോലെ ഹോൾ ടിക്കറ്റ് കൈപ്പറ്റുന്ന സമയം ആ ഒരു ഹോൾ ടിക്കറ്റിൽ തെറ്റുകളൊന്നും ഇല്ല എന്നുള്ള കാര്യം പ്രത്യേകം നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ പരീക്ഷാ കേന്ദ്രം ഏതാണെന്ന് ബന്ധപ്പെട്ട സ്കൂൾ പ്രിൻസിപ്പാൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതുപോലെ ഈ ഒരു വിജ്ഞാപനം ഓപ്പൺ സ്കൂൾ വിദ്യാർത്ഥികൾക്കും ബാധകം ആണ്. അതുപോലെ തന്നെ അപേക്ഷാ ഫോറം എല്ലാ വിദ്യാർത്ഥികൾക്കും പൊതുവായിട്ടാണ് ഉള്ളത്. അതുപോലെ ഈ ഒരു സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കുള്ള അപേക്ഷകൾ നിങ്ങളുടെ സ്കൂളിൽ സ്വീകരിക്കുന്ന അവസാന തീയതി, അതായത് നിങ്ങൾ +2 പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത സ്കൂളിൽ സ്വീകരിക്കുന്ന അവസാന തീയതി 15/5/2024, അതായത് മെയ് 15-ാം തീയതിയാണ്. വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 600 രൂപ ഫൈനോടുകൂടി അപേക്ഷ സമർപ്പിക്കാവുന്ന അവസാന തീയതി മെയ് 17-ാം തീയതിയാണ്. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികളോട് ഈ ഒരു ഫീസ് സ്കൂളിൽ നിന്ന് സ്വീകരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ മെയ് 15-ാം തീയതിക്കകം വിദ്യാർത്ഥികൾ നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. ഇനി സേ പരീക്ഷയുടെ ഫീസ് പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയങ്ങൾക്ക് 150 രൂപയാണ് ഒരു വിഷയത്തിന് വരിക. പ്രാക്ടിക്കൽ ഉള്ള വിഷയങ്ങളാണെങ്കിൽ 175 രൂപയാണ് ഫീസ് വരിക. അതായത് 25 രൂപ ആ ഒരു പ്രാക്ടിക്കലിൻ്റെ ഫീസാണ് വരുന്നത്. അതുപോലെ തന്നെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ഫീസ് 500 രൂപയും അതുപോലെ തന്നെ ഒരു വിഷയം മാത്രമേ ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഫീസ് 40 രൂപയും
രൂപയുമാണ് ഫീസായിട്ട് വരുന്നത്. അതുപോലെ ഗൾഫ് മേഖലയും അതുപോലെ ലക്ഷദ്വീപ് മേഖലകളിലും ഈ ഒരു എക്സാം സെൻറ്റർ ഉണ്ട്. അപ്പോൾ ആ ഒരു മേഖലയുള്ളവർക്ക് ആ ഒരു മേഖലയിൽ എക്സാം എഴുതാൻ സാധിക്കുന്നതാണ്. അതുപോലെ പ്രാക്ടിക്കൽ എക്സാം എഴുതാത്ത വിദ്യാർത്ഥികൾക്ക് 29-30 തീയതികളിൽ ഒരു നിശ്ചിത കേന്ദ്രത്തിൽ വെച്ച്, അതായത് ഓരോ ജില്ലയിലും ഓരോ എക്സാം സെൻറ്ററാണ് ഉണ്ടാവുക. ആ ഒരു സെൻറ്ററിൽ വെച്ച് ഈ ഒരു പ്രാക്ടിക്കൽ പരീക്ഷ നടക്കുന്നതായിരിക്കും. ഈ ഒരു പ്രാക്ടിക്കൽ എക്സാം എഴുതാത്ത വിദ്യാർത്ഥികൾ ആ ഒരു പരീക്ഷയ്ക്ക്, അതായത് സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് ഹാജരാവേണ്ടതാണ്. ജനുവരി ഫെബ്രുവരി മാസത്തിൽ നടന്നിട്ടുള്ള +2 പ്രാക്ടിക്കൽ എക്സാമിനേഷന് ഹാജരായിട്ടുള്ളവർ സേ ഇംപ്രൂവ്മെൻറ്റ് പ്രായോഗിക പരീക്ഷകൾക്ക് ഹാജരാവേണ്ടതില്ല എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. ഇതാണ് വിദ്യാർത്ഥികളുടെ എക്സാമിൻ്റെ ടൈം ടേബിൾ. അപ്പോൾ ഈ ഒരു ടൈം ടേബിൾ ജസ്റ്റ് നിങ്ങൾ നോക്കുക. അപ്പോൾ ഈ ഒരു ടൈം ടേബിൾ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ നിങ്ങളെ ആ ഒരു വിവരം ഈ ഒരു ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.